ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. പ്ലസ് ടു സാമ്പത്തിക ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബജറ്റ് ലൈനുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് M is equal to 12, P1 is equal to 4, P2 is equal to 2. Find budget line equation, bundles on the budget line, that means consumption bundles on the budget line, H intercept, horizontal intercept, V intercept, that means vertical intercept, and slope, and also draw the budget line. കൺസ്യൂമറുടെ വരുമാനം 12 രൂപ, ഒന്നാമത്തെ വസ്തുവിൻ്റെ വില, that means P1 is equal to 4, P2, that means price of the second good, രണ്ടാമത്തെ വസ്തുവിൻ്റെ വില 2, and you have to find out budget line equation. ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്താണെന്ന് കണ്ടെത്തണം. അതുപോലെ തന്നെ കൺസംഷൻ ബണ്ടിൽസ് ഓൺ ദ ബജറ്റ് ലൈൻ, ബജറ്റ് ലൈൻ്റെ മുകളിൽ വരുന്ന ഉപഭോഗ ബണ്ടിലുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഇൻറ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻറ്റർസെപ്റ്റും ബജറ്റ് ലൈൻ്റെ സ്ലോപ്പും ചെരിവും തുടർന്ന് ആ ബജറ്റ് ലൈൻ വരയ്ക്കുകയും വേണം. സോ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ പ്രോബ്ലം എഴുതി വയ്ക്കുക. ആൻഡ് വി ക്യാൻ നൗ സ്റ്റാർട്ട് ടു സോൾവ് വൺ ബൈ വൺ. ആദ്യം നമുക്ക് വേണ്ടത് ബജറ്റ് ലൈൻ ഇക്വേഷനാണ്. ഈ ബജറ്റ് ലൈൻ ഇക്വേഷൻ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തതാണ്. എന്താണ് ഒരു ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ? ദ ബജറ്റ് ലൈൻ ഇക്വേഷൻ ഈസ് P1x1 plus P2x2 is equal to M. Here P1x1 plus P2x2 എന്ന് പറയുന്നത് കൺസ്യൂമറുടെ എക്സ്പെൻഡിച്ചറാണ്. കൺസ്യൂമർക്ക് ഉപഭോഗ ബണ്ടിലുകൾ വാങ്ങുന്നതിന് വേണ്ടി വരുന്ന ചെലവാണ് P1x1 plus P2x2. That we know. And the M is the income of the consumer. So this is the budget line equation. ഈ ബജറ്റ് ലൈൻ ഇക്വേഷനിലേക്ക് ജസ്റ്റ് നമ്മളിവിടെ തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബജറ്റ് ലൈൻ, ഈ പ്രോബ്ലത്തിൻ്റെ ബജറ്റ് ലൈൻ ഇക്വേഷൻ കിട്ടും. സോ ഹിയർ P1 is 4x1. P1x1 means 4x1. And P2 you know it is 2. So 2x2 is equal to M. M means here 12 rupees. So that is all about budget line equation. Our budget line equation we will solve. The budget line equation is 4x1 plus 2x2 is equal to 12. Okay, clear? Now we are going to solve the next problem, that is bundles on the budget line. What are the consumption bundles on the budget line? ബജറ്റ് ലൈൻ്റെ മുകളിലുള്ള ഉപഭോഗ ബണ്ടിലുകൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി കണ്ടെത്തേണ്ടത്. ബജറ്റ് ലൈൻ്റെ മുകളിലുള്ള ഉപഭോഗ ബണ്ടിലുകൾ കണ്ടെത്തുന്നതിന് ആദ്യം നമുക്ക് വേണ്ടത് ബജറ്റ് ലൈൻ ഇക്വേഷനാണ്. നമ്മൾ ഓൾറെഡി കണ്ടെടുത്തിട്ടുണ്ട്. വാട്ട് ഇസ് ഇക്വേഷൻ? ഇക്വേഷൻ ഈസ് Px1, that means 4x1 plus P2x2, that means 2x2 is equal to 12. ഇതാണ് ബജറ്റ് ലൈൻ ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൺസംഷൻ ബണ്ടിൽസ്, ഉപഭോഗ ബണ്ടിൽസുകൾ ഏതെല്ലാമാണ് ബജറ്റ് ലൈൻ്റെ മുകളിലുള്ളത് എന്ന് കണ്ടുപിടിക്കുന്നത്. സോ നമ്മൾ ഇതിൽ x2 കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് x2 വരുന്നതിനെ, x2വിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. ദാറ്റ് മീൻസ് 2x2 is equal to 12 minus 4x1 എന്ന് നമുക്ക് എഴുതാം. 2x2 is equal to equation 4x1 plus 2x2 is equal to 12 എന്ന ബജറ്റ് ലൈൻ ഇക്വേഷൻ നമുക്ക് ഈ രൂപത്തിൽ എഴുതാം. x2 ആണ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. സോ 2x2 is equal to 12 minus 4x1. നിങ്ങൾക്കറിയാം, ഉപഭോഗ ബണ്ടിലുകൾ നമ്മൾ എഴുതുന്ന ഫോർമാറ്റ് നിങ്ങൾക്കറിയാം. ഏത് ഫോർമാറ്റിലാണ്? x1 x2 എന്ന ഫോർമാറ്റിലാണ്. അപ്പോൾ നമുക്ക് x1ഉം x2ഉം കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ വസ്തുവിൻ്റെ അളവാണ് x1. x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ വസ്തുവിൻ്റെ അളവ്. അപ്പോൾ x1 x2 കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിലേക്ക് ഇക്വേഷൻ മാറ്റുന്നത്. അപ്പോൾ 2x2 is equal to 12 minus 4x. ഇത് നമുക്ക് x2 കണ്ടുപിടിക്കാനുള്ള വഴി x2 സമം 12 minus 4x divided by 2. ഇതാണ് നമ്മൾ x2 കാണുന്നതിന്. ഇതൊന്നും കൂടി നമ്മൾ റെഡ്യൂസ് ചെയ്താൽ, that is x2 is equal to 12 by 2 minus 4x by 2.
സിമ്പിൾ മാത്സ് ആണ്. സോ x2 is equal to 12 by 2 6. 6 minus 4x by 2 2x. അപ്പോൾ x2 is equal to 6 minus 2x എന്ന് കിട്ടും. 2x1 എന്ന് കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്നുകൂടി ശ്രദ്ധിക്കാം. 4x1 plus 2x2 is equal to 12. That is the budget line equation. 2x2 is equal to 12 minus 4x1. So x2 is equal to 12 minus 4x1 divided by 2. That is x2 is equal to 12 by 2 minus 4x by 2. So we get x2 is equal to 6 minus 2x1. So x2 is equal to 6 minus 2x1 എന്ന രൂപത്തിലേക്ക് ഇതിനെ നമ്മൾ മാറ്റി. ഇനി നമുക്ക് x2 കണ്ടെത്താം. x1 ഓരോ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് x2 കണ്ടെത്താം. That means x2 is equal to 6 minus 2x1 ആണ്. നമ്മൾ x1 if x1 is equal to 0 എന്നാണ് വിചാരിക്കുക. സപ്പോസ് x1 is equal to 0 എന്തായിരിക്കും x2 എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിലേക്ക് x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 6 minus 2 into 0, that is 6 minus 0 is equal to 6. അപ്പോൾ x2 നമുക്ക് 6 കിട്ടും. x1 0 ആണെങ്കിൽ x2 നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. സോ ഒരു കൺസംഷൻ ബണ്ടിലായി അവിടെ. അതെന്തായാലും ആ കൺസംഷൻ ബണ്ടിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. x1 x2 എന്ന ഫോർമാറ്റിൽ 0 6. ഓക്കെ. Now if x1 is equal to 1, then x2 എന്താവും? ഈ ഇക്വേഷൻ പ്രകാരം 6 minus 2 into 1, that is 6 minus 2 is equal to 4. അവിടെ x2 4 ആയിരിക്കും. അതുകൊണ്ട് ഒരു ബണ്ടിൽ കൂടി നമുക്ക് കിട്ടി. ദാറ്റ് മീൻസ് 1 and 4. And take if x1 is 2, x1 2 ആണെങ്കിൽ x2 എങ്ങനെയായിരിക്കും? 6 minus 2 into 2, that is 6 minus 4, that is 2. അപ്പോൾ അവിടേക്ക് നമുക്കൊരു ബണ്ടിൽ കിട്ടും. ആ ബണ്ടിലാണ് 2 2. ഓക്കെ. If x1 is equal to 3, x1 3 ആണെങ്കിലോ x2 is equal to 6 minus 2 into 3, that is 6 minus 6 is equal to 0. അപ്പോൾ ആ ബണ്ടിൽ ഇവിടെ നമുക്ക് എഴുതാം 3 0. So these are the consumption bundles on the budget line. What are the consumption bundles on the budget line? 0 6, 1 4, 2 2 and 3 0. So we already solved the consumption bundles on the budget line. Budget line മുകളിലുള്ള consumption bundles ഏതൊക്കെയാണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് h ഇന്റർസെപ്റ്റും v ഇന്റർസെപ്റ്റും സ്ലോപ്പുമാണ്. ആദ്യം നമ്മൾ h ഇന്റർസെപ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് നോക്കാം. h ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ആണ്. ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പ്രൈസ് ലൈൻ എക്സ് ആക്സിസിനോട് കൂട്ടിമുട്ടുന്ന ജോയിൻ ചെയ്യുന്ന ബിന്ദുവിനെയാണ് നമ്മൾ ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറയാം. അത് കാണാനുള്ള ഒരു ഫോർമുല നിങ്ങൾക്ക് അറിയാം. എച്ച് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് m/p1 ആണ്. വരുമാനത്തിനെ p1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എച്ച് ഇന്റർസെപ്റ്റ് കിട്ടും. Here you know m is 12. So 12 by p1 is 4. So 12 by 4 is equal to 3. So horizontal intercept is equal to 3. ഇനി നമുക്ക് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കാണാം. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം y ആക്സിസ് പ്രൈസ് ലൈനോട് ജോയിൻ ചെയ്യുന്ന പോയിന്റ് ആണ്. അത് നമുക്ക് കാണാനുള്ള വഴി m/p2. So m is equal to 12, p2 is equal to 2. So it is 6. So vertical intercept is equal to 6. Okay, so horizontal intercept is equal to 3 and vertical intercept is equal to 6. ഇനി ഇവിടെ കാണേണ്ടത് സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ. എന്താണ് സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ? സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ ഈസ് -p1/p2. So what is here p1? p1 is 4, p2 is 2. So -4/2 is equal to -2. So budget line slope നമുക്ക് കിട്ടി, that is -2.
So h-intercept, v-intercept and slope. And last, we have to draw this budget line. ഈ ബജറ്റ് ലൈൻ നമുക്ക് വരയ്ക്കണം. ഈ ബജറ്റ് ലൈൻ വരയ്ക്കുന്നത് മുമ്പ് നമുക്ക് ആവശ്യമുള്ളത് ആ കൺസംഷൻ ബണ്ടിൽസ് ആണ്. ഈ ബജറ്റ് ലൈൻ്റെ മുകളിലുള്ള എല്ലാ കൺസംഷൻ ബണ്ടിൽസും നമുക്ക് അറിയണം. നമുക്കറിയാം കൺസംഷൻ ബണ്ടിൽസ് ഇവിടെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. വിച്ച് ആർ ദ കൺസംഷൻ ബണ്ടിൽസ്? യെസ്, 06, then 1422 and 30. ഈ കൺസംഷൻ ബണ്ടിൽസ് ആണ് ബജറ്റ് ലൈനിൽ വരേണ്ടത്. സോ നമുക്കൊന്ന് വരച്ചു നോക്കാം. y axis and x axis. This is x, this is y. And here we denote good 2, amount of good 2. രണ്ടാമത്തെ വസ്തുവിൻ്റെ അളവാണ് y ആക്സിസിൽ. x ആക്സിസിൽ good 1ൻ്റെ അളവ്. This is origin 0. x ആക്സിസിൽ നമ്മൾ പോയിന്റ് കൊടുക്കണം. മെഷർമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ റഫായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ വളരെ കൃത്യ മെഷർമെൻറ്റ് എടുക്കണം. ഓക്കെ, ഇയർ x ആക്സിസിൽ 0, 1, 2, 3. സോ 0, 1, 2, 3. y ആക്സിസിൽ വരുന്നത് 6, 4, 2, 0. That means 0, 2, 4, 6. 1, 2, 3, 4, 5. കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാം. 6. ഈ മെഷർമെൻറ്റ് യൂണിഫോം ആയിരിക്കണം. ഇവിടെ ഞാൻ റഫായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ നോട്ട്ബുക്കിൽ ഇത് ചെയ്യുമ്പോൾ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യ മെഷർമെൻറ്റ് എടുത്ത് വേണം ചെയ്യാൻ. നമ്മൾ ഓരോ പോയിന്റ് കണ്ടെത്താം. ഫസ്റ്റ് ഈസ് 06. 06 മീൻസ് 0 യൂണിറ്റ് ഓഫ് ഗുഡ് 1 ആൻഡ് 6 യൂണിറ്റ് ഓഫ് ഗുഡ് 2. അപ്പോൾ അത് ഇവിടെയാണ് വരിക, 06. ദെൻ 14, 1 യൂണിറ്റ് ഓഫ് x1 ആൻഡ് 4 യൂണിറ്റ് ഓഫ് x. അതായത് 1 യൂണിറ്റ് ഓഫ് ഗുഡ് 1ഉം 4 യൂണിറ്റ് ഓഫ് ഗുഡ് 2. അത് ഇവിടെയാണ് വരിക. ഓക്കെ, 1, 4. Next come 2, 2. 2 here. 2 unit of good 1. That means x1 is 2, x2 is also 2. Last one is 3, 0. 3, 0 എന്ന പോയിന്റ് ഇവിടെ വരും. 3 യൂണിറ്റ് ഓഫ് ഗുഡ് 1 ആൻഡ് 0 യൂണിറ്റ് ഓഫ് ഗുഡ് 2. അപ്പോൾ നമുക്ക് കിട്ടിയ കൺസംഷൻ ബണ്ടിൽസ് ഒക്കെ നമ്മളിവിടെ പോയിന്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ബജറ്റ് ലൈൻ വരയ്ക്കാൻ ഉള്ള വഴി. Then join this budget line, ഈ ലൈൻ. Join these points. ഈ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് സ്ട്രെയിറ്റ് ലൈൻ ജോയിൻ ചെയ്യും. 2, 2. അപ്പോൾ we will get a straight line. This straight line is known as budget line. Okay. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം മുഴുവൻ സോൾവ് ചെയ്ത് കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എക്സാമിനേഷനിൽ ബജറ്റ് ലൈൻ്റെ സ്ലോപ്പും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും അതുപോലെ തന്നെ ബജറ്റ് ലൈൻ ഇക്വേഷൻ, ദെൻ ഫൈൻഡ് ഔട്ട് ദ എച്ച് ഇൻ്റർസെപ്റ്റ് വൈ, ഇതെല്ലാം വരും. ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാം. എന്തായാലും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇന്ന് നന്നായിട്ട് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് കൂടുതൽ കാണുക, കൂടുതൽ ഇതെങ്ങനെയാണ് ലഭിക്കുന്നത്, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചേഞ്ചസ് ഇൻ ദ ബജറ്റ് സെറ്റാണ്. ബജറ്റ് ലൈൻ്റെ ഷിഫ്റ്റും ഒക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നെക്സ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ടിൽ ദെൻ, ഗുഡ് ബൈ, താങ്ക് യു.